പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചട്ടിപ്പത്തിരി, അതിശയപ്പത്തിരിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക മാവ് കുഴച്ചും പരത്തിയൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഇന്നതിന് മാവ് കുഴക്കോ പരത്തോ ഒന്നും ചെയ്യാതെ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൽ ഓയിൽ എന്ന സംഭവം നമ്മൾ ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകുന്ന മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്കും ഇപ്പം തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ. വേഗം തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്കിതിൽ ആദ്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം. അതിനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം അതുപോലെ ഒന്ന് വഴറ്റിക്കെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന വരെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനിപ്പോൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഭവമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു 250 ഗ്രാം ചിക്കനിലോട്ടുള്ള മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനിപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഇതൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മസാലയൊക്കെ ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിലേക്ക് നമ്മളെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞാൻ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തുള്ളതാണ്. അപ്പോൾ അതാ കൈ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് പിച്ചെടുത്തില്ല കേട്ടോ. അപ്പോൾ മിക്സിയിലൊക്കെ ആക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകും. അങ്ങനെ അരയാതെ ഈ ഒരു പരുവത്തിലാകാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആക്കിയിട്ട് നമുക്കിതൊന്ന് വേറെ സ്ഥലത്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ, മൊത്തം ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അതേ കപ്പ് തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കാരണം നമ്മൾ ഓൾറെഡി പൊടി ആയതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അതിനിപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അത്തിരി തിക്ക് കൂടുതലാണ്. അപ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ലൂസായി പോകാനും പാടില്ല, നല്ല തിക്കായി പോകാൻ. എന്നാൽ തിക്കായി കൊടുത്താൽ ഇതുപോലെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഈ ഒരു അളവിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അപ്പം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം നല്ല ലൂസ് ആവുകയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിന് നിങ്ങൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വിസ്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല പോലെ പതപ്പിച്ചെടുക്കണം. ഒരുപാട് പതങ്ങൊന്നും വേണ്ട, ഇതുപോലെ നാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം നമ്മൾ പാന് എപ്പോഴും ചുടുമ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ദോശ ചുട്ടെടുക്കാം. കട്ടില്ലാതെ ഞാൻ ചെറിയ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. ആ ഒരു രീതിക്കും അനുസരിച്ച് നമ്മൾ എന്താ വെച്ചാൽ ദോശ ചുട്ടെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാവ് ഒഴിച്ചെടുക്കുമ്പം ചെറിയ കയ്യിലൊക്കെ ആണെങ്കിൽ 1 കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയിൽ ചെയ്തെടുക്കരുത്, കട്ടില്ലാതെ വേണം നമ്മൾ ഈ ഓരോ ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് നൈസായിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ആ ഒരു തിക്ക് മാവ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസും ആവരുത്, അതുപോലെ ഒരുപാട് തിക്കും ആവരുത്. തിക്കായത് നമ്മൾ ദോശയൊക്കെ കട്ടിയായിട്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ തീ നല്ല പോലെ കുറച്ചിട്ട് വേണം ഓരോ ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൊത്തം ഒരു 13-14 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു അളവിലായതുകൊണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു അളവിനനുസരിച്ച് വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പം അതാ ബാക്കിയുള്ളതൊക്കെയാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ ദോശയും അതുപോലെ തന്നെ മുട്ടയുടെ മിക്സും ഫില്ലിങ്സും
ഒക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം, കാരണം അടിയിലൊന്നും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കുക. അപ്പൊ ഞാൻ ഈ ഒരു അളവിനനുസരിച്ചിട്ടാണ് ഓരോ ദോശ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പൊ മൊത്തം ഒരു 14 ദോശ ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളെ മുട്ടയുടെ മിക്സ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ ഓരോ ദോശ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേഗം നമ്മളെ ദോശ പൊട്ടിപ്പോയാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഓരോന്നും സാവകാശം ഇതുപോലെ ഒന്ന് നമ്മുടെ മുട്ടയുടെ മിക്സിൽ മുക്കുക. ഇതുപോലെ ഫില്ലിങ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സെൻറ്ററിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അരുഭാഗത്ത് അല്ലാതെ ആക്കി കൊടുക്കരുത്. അപ്പൊ ആക്കി കൊടുക്കുമ്പോൾ വെച്ചാൽ നമ്മളെ ലാസ്റ്റ് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന്റെ അടിഭാഗത്തേക്ക് എല്ലാ ഭാഗത്തും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം സെൻറ്ററിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തലഭാഗത്ത് ഇത് ഈ അരുഭാഗത്ത് കൂടെ അധികം അങ്ങനെ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തമായിട്ട് തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ലാസ്റ്റ് ഭാഗം കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാ, ഇതിലേക്ക് നമ്മളെ ലാസ്റ്റ് ഇതുപോലെ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിഭാഗത്തേക്ക് ഒന്ന് വരണം. അപ്പൊ ഒന്നൊന്ന് ഇളക്കി കൊടുത്താലും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാ ബേക്ക് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്ന് സിം ആക്കിയതിന് ശേഷം ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേറെ പാത്രത്തിന്റെ അടിയിൽ വേണം ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിഭാഗം ഒന്ന് കരിഞ്ഞു പോവും. ഇത് കണ്ടോ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിപ്പോ ഇതുപോലെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിന്റെ മേലെ ഒന്ന് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റോളം തന്നെ ഒന്ന് ആക്കിയെടുത്താൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പൊ ഈ ഒരു അരിഭാഗമൊക്കെ കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ഇതുപോലെ ഒരു ഇത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പൊ അതിൽ പൊട്ടിപ്പിടിക്കുന്നത് നമ്മളെ ചട്ടിപ്പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഒന്നായിട്ട് കയറ്റി പോരും. ഇനി ഇതിന്റെ അടിഭാഗം ഒന്ന് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അപ്പൊ ഒരു 2 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കാം. അതിനിപ്പോ ഇതിന്റെ അടിയിൽ വേണം ഇത്തിരി നെയ്യൊന്ന് തൂവി കൊടുക്കാം കേട്ടോ. നമ്മളെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി അടിയിലൊന്നും പറ്റി പിടിച്ചോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്കും എല്ലാ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ പെർഫെക്ഷനോട് നമ്മൾ സിമ്പിളാക്കി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. എന്തായാലും ഷുവറായിട്ടും 100% പെർഫെക്ഷനോട് തന്നെ നിങ്ങൾ ചട്ടിപ്പത്തിരി റെഡി ആയിരിക്കും. പിന്നെ നോമ്പ് തുറക്കാനൊക്കെ ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാൻ വളരെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ചട്ടിപ്പത്തിരിയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് റെസിപ്പികളൊക്കെ ഞാൻ ഈ ചാനൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.